അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടക്കാനുള്ള, തങ്ങളിൽ സ്നേഹം കിട്ടാനുള്ള വഴികളെ കുറിച്ചിട്ടാണ്. 20 വഴികളെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. മുത്തായി തങ്ങളെ സ്നേഹിക്കണം, ഇഷ്ക് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തായി തങ്ങളെ സ്നേഹിക്കാനും യഥാർത്ഥ മുഹിബായിട്ട് ജീവിക്കാനും ഒരുപാട് സ്വലാത്ത് ചൊല്ലുവാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹിബീങ്ങളെ, അപ്പോൾ പറഞ്ഞു വന്നത് മുത്തായി തങ്ങളെ സ്നേഹിക്കാനുള്ള വഴികളിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒന്ന് തന്നെയാണ്, സ്വലാത്ത് അധികരിപ്പിക്കുക എന്നത്. സ്വലാത്ത് അധികരിപ്പിച്ച് തന്നെ എല്ലാം അതിൽ ഉൾപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തൈ നമ്മൾ നട്ടു, ആ തൈ വേര് പിടിച്ചു, അത് പച്ച പിടിച്ചു, നല്ലയിൽ വളർന്നു ഫലങ്ങളുണ്ടായി. ആ ഒരു അവസ്ഥ തന്നെ സ്വലാത്തിന്. സ്വലാത്ത് പച്ച പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുത്തായി തങ്ങളുടെ എന്തെല്ലാം കാര്യം അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അത് ചെയ്യരുത്, മുത്തായി തങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും, നമ്മൾ ചെയ്യൂല. അതല്ല, ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അപ്പോഴും മുത്തായി തങ്ങളുടെ കാര്യം ഓർക്കും, നമ്മളത് ചെയ്യും. അതുപോലെ സുന്നത്തുകളെ പറ്റി പറഞ്ഞാലും നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ, ചെരുപ്പിടുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാതെ എങ്ങനെ നമ്മൾ നിന്ന് വെള്ളം കുടിച്ച് അപ്പോൾ ഓർക്കും, മുത്തായി തങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ റബ്ബേ, ഇരുന്ന് കുടിക്കണമല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത നമ്മൾ വരും. സ്വലാത്തൊന്ന് പച്ച പിടിച്ച് കിട്ടിയാൽ പിന്നെ ബാക്കി എല്ലാം റാഹത്താവും. അതുകൊണ്ട് മുഹിബീങ്ങളെ, നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക. മുറുകെ പിടിച്ചാൽ മതി. നമ്മൾ ടെൻഷനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എന്തെല്ലാം ഉണ്ടോ നമുക്ക് അതെല്ലാം മാറിക്കിട്ടും. നമ്മുടെ ആഗ്രഹങ്ങൾ വരെയും സാധിച്ചു കിട്ടുന്ന ഒന്നാണ് സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞ ഒരു ആയുധമാണ്, ഒരു അമലാണ് സ്വലാത്ത്. സ്വലാത്ത് മുറുകെ പിടിച്ചോ അവൻ രക്ഷപ്പെട്ടു ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ബുറുദ പതിവാക്കുക എന്നതാണ്. മൂന്നാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു മൗലീദ് പതിവാക്കുക എന്നതാണ്. അതേപോലെ തന്നെ ഈ ബുറുദ പതിവാക്കിയാൽ മുത്തായി തങ്ങളെ സ്വപ്നത്തിൽ കാണാനായിട്ട് കഴിയും കേട്ടോ. അത് നമ്മൾ ചൊല്ലിയാൽ മാത്രം പോരാ, ഹറാമിൽ നിന്നെല്ലാം പിന്തിരിയണം കേട്ടോ. അതൊക്കെ വഴി പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്ഹ് ഗാനങ്ങൾ കേൾക്കുക എന്നതാണ്. ചില മദ്ഹ് ഗാനങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സങ്കടപ്പെടുത്തി പോണം, അത്രത്തോളം സങ്കടത്തിൽ ആഴ്ത്തണ മദ്ഹ് ഗാനങ്ങളൊക്കെ ഉണ്ടല്ലേ. വല്ലാത്ത ചില മദ്ഹ് ഗാനങ്ങളുണ്ട്, നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാത്ത, കരിഞ്ഞു പോണ മദ്ഹ് ഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മദ്ഹ് ഗാനങ്ങളൊക്കെ കേട്ടാൽ തങ്ങളുടെ ഇഷ്ക് കൂടും നമുക്ക്. അതേപോലെ തന്നെ അഞ്ചാമത്തതെന്ന് പറയുന്നത് പ്രണയം തുളുമ്പുന്ന, നിരാശകൾ നിറഞ്ഞ മദ്ഹെഴുത്തുകൾ എഴുതുക എന്നതാണ്. സങ്കടപ്പെടുത്തുന്ന, അതുപോലെ വിഷമം വന്ന രീതിയിലുള്ള മദ്ഹ് ഗാനങ്ങളൊക്കെ നമ്മൾ എഴുതാൻ നോക്കാം. നമ്മുടെ സങ്കടങ്ങളൊക്കെ എഴുതുക ഒരു ഡയറിയിൽ. അങ്ങനെയൊക്കെ എഴുതുമ്പോഴൊക്കെ നമുക്ക് തങ്ങളെ ഇഷ്ക് കൂടുകയും ചെയ്യും, തങ്ങൾ കാണുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആറാമത്തെന്ന് പറയുന്നത് എന്നും മുത്തായി നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാം പറയുക എന്നതാണ്. ഡെയിലി നമ്മൾ എന്നും മുത്തായി നബി തങ്ങളുടെ പേരിൽ സലാം പറയുക എന്നതാണ്. ഏഴാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ കേൾക്കുക. സങ്കടപ്പെടുത്തുന്നതാണല്ലേ തങ്ങളുടെ ചരിത്രങ്ങൾ. അപ്പം അതൊക്കെ കേൾക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ, വായിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വന്നു തങ്ങളോട് സ്നേഹം വർദ്ധിക്കും. എട്ടാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ സുന്നത്തുകൾ പതിവാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഇനി പതിവാക്കാൻ പറ്റില്ലെങ്കിൽ സ്വലാത്ത് ഇല്ലാൽ മതി. സ്വലാത്ത് ചൊല്ലി പച്ച പിടിച്ചാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റുപോയി സ്വലാത്ത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എല്ലാം നമ്മുടെ മെമ്മറിയിൽ വരും. നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യം വരെ നമുക്ക് മുത്തായി തങ്ങളെ ഓർക്കും, നമ്മൾ ചെയ്യൂല. സ്വലാത്ത് പച്ച പിടിച്ച് കിട്ടിയ രക്ഷപ്പെട്ടു മുഹിബീങ്ങളെ എന്ന്. അപ്പം അങ്ങനെയാണ് മുത്തുനബി തങ്ങളുടെ പേരിൽ എന്താണ് സുന്നത്തുകളൊക്കെ പതിവാക്കുക ജീവിതത്തിൽ. 10 ഓരോ കാര്യം ചെയ്യുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക. തിരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ചെയ്യുന്നു എന്ന് നീയത്തോടെ ചെയ്യുക എന്നതാണ്. ഇതെല്ലാം ആ സ്വലാത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ, അനുഭവം കൊണ്ട് പറയുകയാണ്, അല്ലാണ്ട് നമ്മൾ ചുമ്മാ പറയുന്നതല്ല. നമ്മുടെ അനുഭവം കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെല്ലാം റാഹത്താവും, നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മൾ നബി തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ പിൻപറ്റും, ഓർക്കും. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓർക്കും, അള്ളാഹ് ഓർക്കിപ്പിക്കും. അതാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത്
ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ്. 11 അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക. തങ്ങന്മാരെ, ബീവിനെയൊക്കെ, പെണ്ണുങ്ങളാണ് ബീവിനെയും എല്ലാവരെയും സ്നേഹിക്കുക, അവരോട് ബഹുമാനത്തിൽ പെരുമാറുക, അവർക്ക് ഭക്ഷണങ്ങളൊക്കെ വച്ചു കൊടുക്കുക. അങ്ങനെ അവരെ എന്തെല്ലാം രീതിയിൽ അതൊക്കെ തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും തങ്ങൾ കാണുന്നുണ്ട്. അപ്പം തങ്ങളുടെ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ അതിനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. തങ്ങൾ സന്തോഷിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് വേണ്ടത്. അതാണ് ഒരു മുഹബ്ബിനെ സംബന്ധിച്ചുള്ളത്. 12 തങ്ങളെ, മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാതിരിക്കുക എന്നത്. നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഹറാമ് കാണുമ്പോഴൊക്കെ മുത്തായി തങ്ങളുടെ കാര്യം ഓർക്കുക. എന്നിട്ട് തങ്ങളിത് കണ്ട സങ്കടക്കുന്നുണ്ട്, എന്നെ എത്രത്തോളം സ്നേഹിച്ച ഈ ഉമ്മത്തിനെ, വഫാത്ത് സമയത്ത് പോലും ഉമ്മത്തി എന്ന് പറഞ്ഞ് അത്രത്തോളം നമ്മളെ സ്നേഹിച്ച് നമ്മളെ തങ്ങൾ എവിടെയും നമുക്ക് രക്ഷയായിട്ട് വന്നത്. സ്നേഹിച്ചാലൊരിക്കലും നമ്മളെ പറ്റിക്കാത്ത, നമ്മൾ സ്നേഹം നൽകണം. നമ്മുടെ മുത്തായി തങ്ങളെ നമ്മൾ വേദനിപ്പിക്കരുത്. അതാണ് വേണ്ടത്. തങ്ങളെ നമ്മൾ വിഷമിപ്പിക്കരുത് എന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. 13 ഹറാമ് കാണാതിരിക്കുക എന്ന്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹറാമുണ്ടെങ്കിൽ, വീഡിയോ കാണുമ്പോഴൊക്കെ ഹറാമാണ്, അതൊക്കെ നമ്മൾ കാണാണ്ടിരിക്കുക. എൻ്റെ തങ്ങളിതൊക്കെ കാണുമല്ലോ റബ്ബേന്ന് ഓർത്തിട്ട് അതൊന്നും കാണാണ്ട് വിടുക. അപ്പോൾ തങ്ങൾക്ക് സന്തോഷമാവും. ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. 14 തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളാക്കുക. അവിടുത്തെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ അനുഷ്ഠാനങ്ങളാക്കുക. തങ്ങളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുക, തങ്ങൾ വെറുത്ത കാര്യങ്ങൾ നമ്മൾ വെറുക്കുക. പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. തങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. അതാണ് മുത്തായി തങ്ങൾ ഇഷ്ക് വെക്കുന്നവരുടെ ഒരടയാളം എന്നറിയുന്നത്. 15 കൽബ് നിറച്ചും ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടത്തിനായി റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുക എന്നത്. എപ്പോഴും 5 വക്കത്തിലും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യുക. എൻ്റെ മുത്തായ തങ്ങളെ സ്നേഹിക്കുന്ന ഇഷ്ക് വെക്കുന്ന കൽബ് എനിക്ക് തന്നെ റബ്ബേ. തങ്ങളെ ഇഷ്ക് വെക്കുന്ന യഥാർത്ഥ മുഹിബീങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തണം റബ്ബേ എന്ന് പറഞ്ഞ് എന്ന് ദുആ ചെയ്താൽ റബ്ബ് സ്വീകരിക്കും. തീർച്ചയായിട്ടും നമുക്കതിനുള്ള ഉത്തരം തരും റബ്ബ്. കൽബിൽ മുത്തായി തങ്ങളെ ഇഷ്ക് ഏറ്റി തരും റബ്ബ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 16ാമത്തെ വഴി എന്ന് പറയുന്നത് ഇൽമു നുകരാനാവുക എന്നതാണ്. 17 പുഞ്ചിരി ശീലമാക്കുക. മുത്തനബി തങ്ങൾ എവിടെയായാലും പുഞ്ചിരിച്ചേ വർത്തമാനം പറയുള്ളൂ അല്ലേ. അപ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരു സ്വതക്കയാണല്ലേ. അപ്പോൾ പുഞ്ചിരി ശീലമാക്കുക എന്നത്. 18 കരുണയുള്ളവനാവുക എന്നത്. എന്തിലും എല്ലാ പ്രവൃത്തിയിലും മറ്റുള്ളവരോടൊക്കെ നമ്മൾ സ്നേഹത്തോടെ നല്ല കരുണയുള്ളവനായിട്ട്, അതാണല്ലോ മുത്തനബി തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ ആവുക നമ്മളും. 19 പച്ചക്കുബ്ബയും മദീനയും എല്ലാം ജീവിതത്തിൻ്റെ വിസ്മയങ്ങളാവുക. എന്തായിരിക്കില്ലേ, വല്ലാത്തൊരു ആനന്ദമല്ല, ജീവിതം സുന്ദരമായിരിക്കും. പച്ചക്കുബ്ബയും മദീനയൊക്കെ ഓർത്ത് നല്ല ആനന്ദമുള്ള ജീവിതമായിരിക്കും. അള്ളാഹു അത്തരത്തിലാക്കി മാറട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 20ാമത്തേത് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കാൻ കണ്ണും കൽബും ഒരുക്കി കാത്തിരിക്കുക, റബ്ബിനോട് കേഴുക എന്ന്. റബ്ബിനോട് ദുആ ചെയ്യുകയും വേണം. കിടക്കാൻ നേരത്തേക്ക് സുന്നത്തുകൾക്ക് പിൻപറ്റി കൽബും കണ്ണൊക്കെ നല്ലപോലെ ശുദ്ധിയാക്കി ഹറാമൊന്നും കാണാണ്ട് സ്വലാത്തൊക്കെ ചൊല്ലി പുറത്തേക്ക് കേട്ട് അങ്ങനെയൊക്കെ കിടന്നാൽ നമ്മുടെ കിനാവിലേക്ക് മുത്തായി തങ്ങൾ വരും എന്നത്. അപ്പോൾ റബ്ബിനോട് ദുആ ചെയ്യുകയും വേണം. ഇങ്ങനെ 20 വഴികളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. അപ്പോൾ ഈ 20 വഴികൾ എന്താണ്, മുത്തായി തങ്ങളെ സ്നേഹം കിട്ടാനുള്ള 20 വഴികളാണ് പറഞ്ഞത്. അതേപോലെ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുമെന്ന്. അപ്പോൾ അള്ളാഹു നമുക്കൊക്കെ സുബ്ഹാന റബ്ബു ജലാലായ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും അവിടുത്തെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് വയ്ക്കുന്ന കൽബാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്.